ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വീണ്ടും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത്, അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവില്ല, പാർട്ടി എടുത്ത നടപടി ഉത്തമ ബോധ്യത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ്. രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വ്യക്തി പാർട്ടിയിലില്ല, പാർട്ടിക്ക് പുറത്താണ്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്ത്? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്ക് പുറത്താക്കിയത്? എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നിട്ട് പോലും, കോടതി പറഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കുന്നില്ല? അപ്പം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇവിടെ കിടക്കുവാണ്. അത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം ആ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാത്തതിൻ്റെ കാരണവും, ഇങ്ങനൊരു ആരോപണം വന്ന സമയത്ത് 24 മണിക്കൂറിനകം പാർട്ടിയിലുള്ളൊരു MLA ആണ്, അതും ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു MLA-ക്ക് എതിരെ ഇങ്ങനൊരു ആരോപണം വന്ന സമയത്ത് പുള്ളിക്ക് പറയാനുള്ളൊരു കാര്യം, പുള്ളിക്ക് പറയാനുള്ളൊരു സൈഡ് കേൾക്കാതെ ആണ് ഈ പാർട്ടി പുള്ളിയെ വലിച്ചെറിഞ്ഞത് അല്ലേ. ഇല്ല, ചപ്പോട്ടയിൽ നമ്മൾ വേസ്റ്റ് വലിച്ചെറിയുന്നത് പോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചെറിഞ്ഞത്. കാരണം അത്രമാത്രം പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എല്ലാ ആളുകളെയും വെറുപ്പിക്കേണ്ടതായിട്ടൊരു അവസ്ഥ വന്നത് അല്ലേ. പാർട്ടിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വ്യക്തിക്ക് ഇത്രയും ഒരു ദുരനുഭവം ഉണ്ടായത് തന്നെ അല്ലേ. അപ്പം പാർട്ടി എന്താണ് ചെയ്യേണ്ടത്? പാർട്ടി ആ വ്യക്തിയെ ചേർത്ത് പിടിക്കണം, അതാണ് വരേണ്ടത്, അതാണ് ചെയ്യേണ്ടത് അല്ലേ. അല്ലാതെ ഒരു ആപത്ത് സമയത്ത് കരിയില പോലെ എടുത്ത് വലിച്ചെറിയുന്നതല്ല ഒരു പാർട്ടിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു മെയിനായിട്ടുള്ളൊരു ഘടകം. ആ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ചേർത്ത് പിടിക്കുക, അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തലപോകുന്ന കേസാണെങ്കിലും ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അണികളെ ചേർത്ത് പിടിക്കുക, അതാണ് വേണ്ടുന്നത്. അത് ഭരണവശത്തിരിക്കുന്ന ആളുകളെ നോക്കിക്കേ. ഭരണവശത്തിരിക്കുന്ന MLA ഈ മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് തെളിവുൾപ്പെടെ വന്നിട്ടുള്ളത് അല്ലേ. തെളിവുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആരോപണം, ഈ പറഞ്ഞിട്ടുള്ള പെണ്ണ് കേസ് വന്നിട്ട് പോലും പാർട്ടി എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തലകുനിച്ചിരുന്നതല്ലാതെ അതിനെതിരെ ഒരു നടപടി, ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും അതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വേണ്ടുന്നത് അല്ലേ, അങ്ങനെയാണ് വേണ്ടുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നൊരു വ്യക്തിക്ക് പറയാനുള്ളത്, പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇന്ന് വരെ ഒരു മനുഷ്യനും ചോദിച്ചിട്ടില്ല, പാർട്ടി പോലും ചോദിച്ചിട്ടില്ല. പാർട്ടിയിലുള്ള എത്രയോ മുതിർന്ന നേതാക്കളുണ്ടല്ലോ, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ ആനയാണ്, ചേനയാണ്, മാനയാണെന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഈ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾ, ഇതുപോലുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ. ഈ ചങ്ങാതിയെ പോലെയുള്ള ആളുകളൊക്കെ ഇരുന്നിട്ടാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈഡൊന്ന് ക്ലിയറായി കേൾക്കാൻ ശ്രമിച്ചില്ല? അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? രാഹുലിന് മുഖം കൊടുക്കാതെ മാറി തിരിഞ്ഞ് നടന്നു പോയ രമേശ് ചെന്നിത്തലയൊക്കെ നമ്മൾ അങ്ങനെ മറക്കാൻ പറ്റുമോ? നോക്കിക്കോ. ഇനിയിപ്പം ഇലക്ഷൻ ഈ ഒരു മാസം 1.5 മാസം കഴിയട്ടെ, ഈ ചങ്ങാതിയൊക്കെ ഈ ഇട്ടേക്കുന്ന കതറും എല്ലാം അഴിച്ചു വെച്ച് വള്ളി നിക്കറ് വിട്ട് വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ വരും. നോക്കിക്കോ. കാരണം ഇവരെയൊക്കെ അഹങ്കാരം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം എൻ്റെ കുടുംബത്തിൽ നിന്ന് തീരെഴുതി തന്നൊരു രീതിയിലേക്കാണ് ഇവരെയൊക്കെ സംസാരങ്ങളും ഇവരെയൊക്കെ പ്രവൃത്തികളും. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം നശിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഈ വിഷയത്തിൽ പുള്ളിക്ക് പറയാനുള്ളത്, അത് പുള്ളി ആ ഇൻ്റർവ്യൂവിൽ തന്നെ, അതുകൊണ്ടാണ് പുള്ളി 24-ൽ വന്നിരുന്ന് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പുള്ളി തുറന്നു പറഞ്ഞത്. കാരണം ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ ചർച്ച ചെയ്യാനെല്ലാം ഒരുപാട് ആളുകളുണ്ട്. അത് കഴിഞ്ഞ ദിവസം മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനം ഇടിച്ചിട്ട് ഒരു അപകടം ഉണ്ടായല്ലോ. അപ്പം എത്ര പേര് കണ്ടെന്നറിയത്തില്ല. മണിയമ്പിള്ള രാജു പറഞ്ഞ കാര്യം, ആ വാഹനം ഇടിച്ച് CCTV ദൃശ്യം വെളിയിൽ വരുന്നത് വരെ എല്ലാ വാർത്താ ചാനലുകളും പുള്ളിയെ ഒരു കുറ്റാരോപിതനാക്കി ചിത്രീകരിച്ച് വെളിയിൽ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തേണ്ടതെന്നാണ് പറയുന്നത്. പുള്ളിയുടെ വീട്ടിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഈ പറഞ്ഞിട്ടുള്ള വാർത്താ ചാനലുകളെല്ലാം അവിടെ കെട്ടിക്കിടക്കുമായിരുന്നു.
അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ടും പുള്ളി ഗേറ്റ് തുറന്നിട്ടില്ല, ഒരാളെ അകത്തോട്ട് കയറ്റി വിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. കാരണം അതുവരെ CCTV ദൃശ്യം വെളിയിൽ വരുന്നത് വരെ പുള്ളി കുറ്റക്കാരനാണ്, പുള്ളിയാണ് അങ്ങോട്ട് ചെന്ന് ഇടിച്ചതെന്നാണ് പറയുന്നത്. അത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ 2 പയ്യന്മാരുൾപ്പെടെ പറഞ്ഞതാണ്. ഇങ്ങോട്ട് വന്ന് ഇടിച്ച് എന്നിട്ട് വണ്ടി തട്ടിയ വണ്ടി വലിച്ചടിച്ചു കൊണ്ടുപോയെന്നൊക്കെയാണ്, ബൈക്ക് വലിച്ചടിച്ചു കൊണ്ടുപോയെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ CCTV ദൃശ്യം വന്നപ്പോൾ എങ്ങനെയാണ്, അതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ് ആ മണിയമ്പുള്ള രാജു വന്ന വണ്ടി പതിയാണ്. നമുക്കറിയാം, നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്, പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇതുപോലെ കട്ട് റോഡിൽ നിന്ന് കയറുന്ന സമയത്ത് മെയിൻ റോഡിലേക്ക് വരുന്ന വണ്ടികൾ നമ്മൾ എത്ര ഒരു അരമണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ പോലും ഒരു വണ്ടി നമുക്ക് നിർത്തി തരത്തില്ല. പ്രത്യേകിച്ച് ബൈക്കുകാരന്മാരുടെ കാര്യമൊന്നും പറയണ്ട, ഷൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ CCTVയിൽ വ്യക്തമായിട്ട് കണ്ടതാണ് മണിയമ്പുള്ള രാജുവിൻ്റെ വണ്ടി എത്രത്തോളം സ്പീഡ് കുറച്ച് കൊണ്ടുപോകാമോ അത്രത്തോളം സ്പീഡ് കുറച്ചാണ് അവിടെ വണ്ടി കയറ്റുന്നത്. അപ്പം ബൈക്കുകാരന്മാർ വന്ന് സ്പീഡിന് വന്ന് കയറ്റുന്നു, അവന്മാർ തന്നെയാണ് വന്ന് കയറ്റിയത്. അപ്പം എന്നിട്ട് അവന്മാർ പറഞ്ഞെന്താണ്, കാറ് വന്നാണ് ഞങ്ങളെ ഇടിച്ചത്. അപ്പം CCTV വെളിയിൽ വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ സത്യാവസ്ഥ പുള്ളിക്ക് വെളിയിൽ പറയാനും അതുപോലെ ആ സത്യാവസ്ഥ ജനങ്ങൾ കാണാനും ഇടയുണ്ടായി. പുള്ളി കുറ്റക്കാരനല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ, അപ്പോൾ അതുവരെ ഈ CCTV ദൃശ്യം വരുന്നത് വരെ പുള്ളിയെ കുറ്റക്കാരനാക്കിയാണ് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് കിട്ടുന്നൊരു വാർത്തയല്ലേ, അവരത് മാക്സിമം റീച്ച് ആക്കാൻ നോക്കും. അപ്പം പുള്ളി CCTV എല്ലാം വെളിയിൽ വന്നതിന് ശേഷം പുള്ളി കുറ്റക്കാരനല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റൊരെണ്ണം അവിടെ ഇല്ല, എല്ലാം വലിഞ്ഞ്, എല്ലാ വാർത്താ ചാനലുകളും വലിഞ്ഞ്, ഒരു ചാനൽ ഉൾപ്പെടെ മനോരമ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. അതിനൊക്കെ ശേഷം മനോരമ വന്നിട്ട് മണിയമ്പുള്ള രാജുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങളെ നിരപരാധിത്വം ഇപ്പോൾ തെളിഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മണിയമ്പുള്ള രാജു തന്നെ പറഞ്ഞ കാര്യമാണ്, കണ്ടില്ലേ ഇപ്പോൾ രാവിലെ തൊട്ട് ഇതുവരെ ഈ സമയം വരെ എല്ലാ ചാനലുകാരും ഉണ്ടായിരുന്നു, സത്യം വെളിയിൽ വന്നപ്പം ഒരു ചാനലും ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ആ മനോരമ ചാനലിനൊരു താങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഒരു നെഗറ്റീവ് വരുന്ന സമയത്ത് എല്ലാ ആളുകളും കാണും. പക്ഷേ ആ വ്യക്തി കുറ്റക്കാരനല്ല, ആ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് പിന്നെ ആ വ്യക്തിയുടെ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ ഒരു പട്ടിയും കാണത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് പുള്ളിയുടെ നിരപരാധിത്വം തെളിയിക്കാനൊക്കെ ഉണ്ട്. പുള്ളിയുടെ സൈഡ് ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല, സ്വന്തം പാർട്ടി പോലും കേൾക്കാൻ തയ്യാറാവുന്നില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന സ്വന്തം പാർട്ടി എന്താണ് ചെയ്യുന്നത്, പുള്ളി എങ്ങനെയെങ്കിലും എടുത്ത് ഒഴിവാക്കി കളയാനാണ് നോക്കുന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പാർട്ടിയല്ല, ഇതുപോലുള്ള ചില ചങ്ങായിമാരുണ്ടല്ലോ, ഇതുപോലുള്ള നരഭേജികളുടെ സ്വഭാവം കൊണ്ട് കിടക്കുന്ന കുറേ പാർട്ടിയിലിരിക്കുന്ന കുറേ ചങ്ങായികൾ, ഈ ചങ്ങായിമാരെല്ലാം കൂടെ എന്താണ് ചെയ്യുന്നത്, ഒരു 5, 6, 7, 8 പേര് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇരിക്കുന്ന കസേര അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇങ്ങോട്ടും മാറ്റി കൊടുക്കല്ലേ. ഇവരേത് കക്കൂസിനകത്തിരുന്നാണോ സാധിച്ചു വിടുന്നത് ആ കക്കൂസി ഇവർ തന്നെ ഇരിക്കണം എന്നുള്ളൊരു നിർബന്ധം, എൻ്റെ കക്കൂസിനകത്ത് വേറെ ആരും കയറി ഇരിക്കല് എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, അതാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ കയറി വന്നവന്മാരൊക്കെ എന്നെക്കാളും മേലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. കഴിവുള്ളവരെ ജനങ്ങൾ അംഗീകരിക്കും, കഴിവുള്ളവരെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, കഴിവുള്ളവരെയാണ് ജനങ്ങൾക്ക് വേണ്ടുന്നത്. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, എന്നുവെച്ചാൽ ശരീരം വിയർത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പണിയെടുത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളെയാണ് വേണ്ടുന്നത്. അതുപോലൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അല്ലാതെ വായിലില്ല പല്ലും പൊഴിഞ്ഞ് ഞാൻ വല്ലതും പറഞ്ഞു. ഇപ്പം അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ടല്ലോ, അവരെ കസേര വിട്ട് മാറാതെ അതിനകത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഒരു ഗൂഢാലോചനയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനെ കൊണ്ട് ഇപ്പം വരുന്ന കുറേ കള്ളക്കേസുകളും കള്ളക്കഥകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ അജണ്ട തന്നെയാണ്, അല്ലാതെ വേറെ ആരെയും അജണ്ടയല്ല. അപ്പം ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്തില്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി പുറത്താക്കിയേക്കും. ഏത് പാർട്ടിയാണ് പുറത്താക്കിയിരിക്കുന്നത്? സ്വന്തം പാർട്ടിയിലുള്ള അണികൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ തെറ്റില്ല രാഹുൽ എന്ന് മനസ്സിലാക്കി കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രമേശ് ചെന്നിത്തലയല്ല, 1 or 2 വ്യക്തികളല്ല, ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ അതിൻ്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ ഇപ്പം കാണിച്ചു തരാം. ഇപ്പം ഞാൻ രമേശ് ചെന്നിത്തല പറയുന്ന ആ ഒരു
കാര്യം ഞാനിവിടെ വെച്ച് തരാം. നിങ്ങളത് കണ്ടു നോക്കണം രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിൽ. അത് കഴിഞ്ഞിട്ട് സുധാകരൻ്റെ വിഷയത്തിൽ ഈ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാനലുകാർ ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലില്ല. പാർട്ടിയിൽ ഉള്ള അല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അപ്പം പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് രണ്ടും രണ്ടാണ്. കാരണം എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്താക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊരു ജനറലായ കാര്യമാണ്. എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നതിന് ഒരു നിയമസഭാ അംഗത്തെ പുറത്താക്കാനുള്ള അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ വരുന്ന ഗവൺമെന്റുകളുടെ കൂടുതൽ എത്തിക്സ് കമ്മിറ്റി ഭരണകക്ഷിയുടെ ആളായിരിക്കും. വരുന്ന ഏതല്ലേ എം എൽ എമാരെ നാളെ മുതൽ അങ്ങ് പുറത്താക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അത് തെറ്റായി കീഴ്വഴക്കമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് വേറെ. ഞാൻ പറഞ്ഞതേ നിങ്ങൾ മനസ്സിലാക്കണം. എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലാത്ത ഒരു അധികാരം കൊടുത്താൽ നാളെ ഏത് എം എൽ എ വേണമെങ്കിലും എത്തിക്സ് കമ്മിറ്റിക്ക് പുറത്താക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൽ ഗുണകരമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജനറലായ തീരുമാനം വേണ്ടെന്ന് വെച്ചാൽ. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ബാധകമല്ല. കേട്ടല്ലോ, ഇവിടെ രമേശ് ചെന്നിത്തല എന്താണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലില്ല, പാർട്ടിക്ക് പുറത്താണ്. എന്തുകൊണ്ട് പാർട്ടിയിലില്ല? എന്തുകൊണ്ട് പാർട്ടിക്ക് പുറത്ത്? എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചെടുക്കുന്നില്ല? അതിനും മാത്രം എന്ത് കുറ്റമാണ് പുള്ളി ചെയ്തിട്ടുള്ളത്? രാഹുലിനെക്കാളും എത്രയോ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഇന്നും ആ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ CCTV ഇതൊന്നും വരുന്നതിന് മുമ്പ് ഈ കസേരയിൽ ഇരിക്കുന്ന, എന്തിന് പറയണം, ഭരണവശത്തിരിക്കുന്ന ഓരോ കസേരയിലിരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്ക് കൈയും കണക്കുമില്ല. CCTV ഈ ടെക്നോളജിയും കാര്യങ്ങളൊന്നും വരുന്നതിന് മുമ്പ്, CCTVയും കാര്യങ്ങളൊന്നും വരുന്നതിന് മുമ്പ് അത്രമാത്രം തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ട് ഉള്ള ആളുകൾ ഇന്ന് മന്ത്രി കസേരകളിൽ കയറിയിരിക്കുന്ന പലരും ഉണ്ട്, അല്ലേ? അപ്പം രാഹുൽ മാങ്കൂട്ടം പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് പുള്ളി ഫണ്ട് മുക്കിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യോ അതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. ഒരു കൊലകുറ്റത്തിൻ്റെ പ്രതിയൊന്നുമല്ല പുള്ളി. അത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ എന്താണ് പറഞ്ഞത്? പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല? അവിടെയാണ് ചിന്തിക്കേണ്ടത്. രാഹുലിനെ എടുത്തു കളയാൻ കാട്ടിയ തിടുക്കമൊന്നും രാഹുൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ട് തിരിച്ചെടുക്കാനുള്ള തിടുക്കം കാണിക്കുന്നില്ല? അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്ന ഒരു വിഷയം ഇതിനകത്ത് രമേശ് ചെന്നിത്തല പറയുന്നത് എന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് പവർ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? ഈ ചങ്ങായിയോട് ആരാണ് പറഞ്ഞത് പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു നിയമസഭ ഒരു MLA യോ ഒരു വ്യക്തിയെയോ ഒരു മന്ത്രിയെയോ പുറത്താക്കാനുള്ള പവർ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? നല്ല പവറുണ്ട്, സൂപ്പർ പവറുണ്ട്. അതിനകത്ത് ആരിടപെട്ടാലും ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്ന് അത് ശരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയെ പുറത്താക്കാനുള്ള എല്ലാ പവറും എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്കുണ്ട്. അത് വേറെ കാര്യം. അതുപോലും ഈ ചങ്ങായിക്ക് അറിയത്തില്ല. എന്തൊരു മണ്ടനാന്ന് അതുപോലും അറിയത്തില്ല. പിന്നെ അതിന് കുറച്ച് കാലതാമസം എടുക്കുന്നേ ഉള്ളൂ. പെട്ടെന്നൊന്നും ഇരിക്കുന്നതിന് മുമ്പേ കാര്യം സാധിക്കുമെന്ന് പറയുന്നില്ല. പെട്ടെന്ന് നടക്കത്തില്ല. 6 മാസം 1 വർഷം പ്രോസസ്സിങ് ടൈം എടുക്കും. കാരണം അത് സത്യമാണോ, ആ ആരോപണം സത്യമാണോ അല്ലയോ എന്ന് കണ്ടെത്തി അത് തെളിഞ്ഞാൽ മാത്രമേ അതിനെതിരെ നടപടിയെടുക്കൂ. വേറെ ഒരു മനുഷ്യൻ പാർട്ടി പറഞ്ഞാൽ പോലും ഇനി പ്രതിപക്ഷമാണെങ്കിലോ ഇനി ഭരണപക്ഷത്തിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിലോ അതിനെതിരെ ഒരു തീരുമാനം പ്രിവിലേജ് കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ, എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനം തന്നെയാണ്. അത്രയ്ക്കും പവർ ആ കമ്മിറ്റിക്കുണ്ട്. അത് വേറെ കാര്യം. അതുകൊണ്ട് ആ വിഡ്ഢിത്തരങ്ങളൊന്നും വന്നിരുന്ന് വിളമ്പാതിരി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 6 മാസം 1 വർഷം ടൈം എടുക്കും. അതാണ് പ്രിവിലേജ് കമ്മിറ്റി. അത് ആരോപണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തെളിയണം. ഈ പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ള സാക്ഷികളെ വിളിച്ച് വിസ്തരിക്കും, അവരെ വാങ്ങ് കേൾക്കും. പ്രതിയെന്ന് പറയുന്ന, കുറ്റക്കാരനെന്ന് പറയുന്ന ആളെ വിളിച്ച് അവരെ വാങ്ങ് കേൾക്കും. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ, പിന്നെ പരാതി കൊടുത്തിട്ടുള്ള ആരാണെന്നോ ആ വ്യക്തിയെ വിളിച്ചിട്ട് മൊഴിയെടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അറിയാത്ത കാര്യങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കുക, അതാണ് വേണ്ടുന്നത്. പിന്നെ ഈ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു തീരുമാനം എടുത്തെന്നിരിക്കട്ടെ, പക്ഷേ അപ്പോഴും ന്യായമായിരിക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കി കഴിഞ്ഞാൽ ഈ ഭരണപക്ഷത്തിരിക്കുന്ന കുറേ എണ്ണമുണ്ട്, അവരെയും കൂടെ അയോഗ്യനാക്കണം. അപ്പം
നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, എല്ലാവർക്കും ഒരേ തുല്യതയായിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട്. നീതി എന്ന് പറഞ്ഞൊരു സാധനമേ എല്ലാവർക്കും തുല്യമായിട്ടുള്ള കാര്യമായിരിക്കണം. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അത് ഓൾറെഡി കഴിഞ്ഞു, ആ വിഷയം ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഫെബ്രുവരി 2-നാണ് അത് പരിഗണനയിലെടുത്തത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇൻ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഭരണവശത്തിരിക്കുന്നതും പ്രതിവശത്തിരിക്കുന്നതുമായിട്ടുള്ള എത്ര MLA-മാരെ, എത്ര മന്ത്രിമാരെ പുറത്താക്കണം അല്ലേ? ഇനി ഞാൻ സുധാകരനെ പറ്റിയിട്ട് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ ഒരു ഇരട്ടത്താപ്പിൻ്റെ ആ ഒരു രീതിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി തീരുമാനിക്കണം, അകത്തോട്ട് എടുക്കണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം, സീറ്റ് കൊടുക്കണം എന്നൊക്കെയാണ് ഇവിടെ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷേ സുധാകരൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കണ്ണൂരത്തെ ജനങ്ങൾ ആഗ്രഹമാണ്, അത് ജനങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സുധാകരൻ മത്സരിക്കണമെന്ന്. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും, അത് പാർട്ടി ഇതുവരെ അതിനെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അതൊരു ഇരട്ടത്താപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇവിടെ പാലക്കാട്ടെ ജനങ്ങളല്ല, ഇവിടെ സുധാകരൻ്റെ കാര്യത്തിൽ കണ്ണൂരെ ജനങ്ങളല്ലേ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി പാലക്കാട് നിൽക്കണമെന്ന് പാലക്കാട്ടുകാരല്ല ആഗ്രഹിക്കുന്നത്. പാലക്കാട്ടുകാരെക്കാളും എത്രയോ 10 മടങ്ങ് കേരളത്തിലെ മറ്റുള്ള ജില്ലകളിലെ ആളുകളാണ്, കേരളത്തിലുള്ള ജനങ്ങളാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം, നിങ്ങൾ കണ്ടുപോകും ആ ഇരട്ടത്താപ്പ് സംസാരം. പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും, സംശയമുണ്ടോ? പാർട്ടി പറഞ്ഞാലേ അദ്ദേഹം മത്സരിക്കില്ല, അതല്ലേ അദ്ദേഹം പറഞ്ഞു. അത് തീരുമാനമായിട്ടില്ല, അതെന്താണെന്ന് അത് കൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹമല്ല, അത് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തോട് നിരവധിയാണ് കണ്ണൂരിലെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം വെച്ചാൽ സുധാകരൻ എവിടെ മത്സരിച്ചാലും വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും, പാർലമെന്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും. അത് വേണോ വേണ്ടോ എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കണം. കണ്ടല്ലോ, അത്യാവശ്യം പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസ്ഥാനത്തിലുള്ള കുറച്ച് എണ്ണിയാൽ പറയുന്ന കുറച്ച് ആളുകളുടെ ഒരു അജണ്ടയാണ്. രാഹുലിനെ മേളിലോട്ട് കയറ്റിവിട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് അപമാനം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയും കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ഏറ്റവും വലിയൊരു അജണ്ടയാണ് രാഹുലിനെ പുറത്താക്കണം, രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിർത്തിയില്ലെങ്കിൽ, പാലക്കാടല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കും. ഒരു 1.5 മാസം കഴിയട്ടെ, ജനങ്ങൾ കാണിച്ചു കൊടുക്കും. പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ പലയിടങ്ങളിലും തുന്നം പാടും 8 നിലയിൽ പൊട്ടി കണ്ടം വഴി ഓടിക്കും കേരളത്തിലെ ജനങ്ങൾ. കാരണം രാഹുലിനെ പോലെയുള്ളൊരു യുവ നേതാവിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അപ്പം ആ ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ട് സീറ്റ് കൊടുക്കാതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത് പാർട്ടി പിന്നെ അത് മനസ്സിലാക്കും. പാർട്ടിയിലിരിക്കുന്ന ഇതുപോലുള്ള കുറേ ഈ പറഞ്ഞിട്ടുള്ള കുറേ പൂത്ത കുറേ കേക്കുകളുണ്ടല്ലോ, പൂപ്പൽ പിടിച്ച കുറേ കേക്ക് ടീമുകൾ. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾ അത് പിന്നെ മനസ്സിലാക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.